ഹായ് ഗൈസ്. ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഈ പറയാൻ തോന്നിയൊരു കാര്യമാണ്. ഈ ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് തുറന്നു പറയാം. ഈ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി വരുമ്പോൾ എൻഡോർഫിൻ എന്ന റിലീസ് ഉണ്ടാവില്ല. എൻഡോർഫിൻ റിലീസ് ഉണ്ടാവാതാകുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരും. അപ്പം ഈ സ്ട്രെസ്സ് കൂടുതലാകുമ്പം സ്ട്രെസ്സ് കുറയ്ക്കാൻ എൻഡോർഫിൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് തിരിയും. ആൻഡ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും, മൂഡ് ശരിയാവില്ല, സ്ലീപ്പ് ഉണ്ടാവില്ല, നല്ല ഉറക്കം ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം പൊളിറ്റിക്കലി നമ്മുടെ മുമ്പിൽ പോവുക. ഞാനാണ് ഒരു സിസ്റ്റർ എങ്കിൽ, ഞാനാണ് ഒരു അമ്മയെങ്കിൽ, ആ മെയിൽ പേഴ്സൺസ് ആയാലും ഫീമെയിൽ ആയാലും ഒരു ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നതിനൊക്കെ ഈ തലമുറ ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടും കൂടാണല്ലോ. സമയത്ത് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഇനി അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വക ചീത്തപ്പേര് കേൾപ്പിക്കാൻ പോകരുത്. പിന്നെ ഇതൊക്കെ അലൗഡ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. എന്തിന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഭാവിയും ഇല്ലാതാക്കണം? കേരളത്തിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഒരു പെണ്ണൊന്ന് ഒരു സ്റ്റോറി വന്നാൽ രാഷ്ട്രീയ ഭാവി പോയി. പിന്നെ ചിലരൊക്കെ എന്ന് വെച്ചാൽ അതുകൊണ്ട് രാഷ്ട്രീയ ഭാവി നശിച്ച അസുഖങ്ങൾ, നമ്മളിപ്പോൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുമ്പോൾ എന്തായാലും നമുക്ക് അസുഖങ്ങൾ വരും. പിന്നെ ഇനി വേറൊന്ന് പറയാനുള്ളത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഒരു കുട്ടി ഉണ്ടായി ആ സ്ത്രീയെ ദുരിതത്തിലും പിന്നെ പട്ടിണിയിലും കഷ്ടപ്പാടുകളിലും സമൂഹത്തിന് കീറിയെറിയാൻ ഇട്ടുകൊടുത്തിട്ട് രക്ഷപ്പെടുന്നവർ എത്രയോ പേരുണ്ട്. അത് ഇതിലും വലിയ പാപമല്ലേ? അല്ലേ? പിന്നെ അബോർഷൻ സജസ്റ്റ് ചെയ്തത്, അത് നമ്മുടെ എല്ലാം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒരു വിവരക്കുറവാണ്. എനിക്കും ഈ അബോർഷൻ ഇറ്റ്സ് ലൈക്ക് ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 15 years ബാക്ക് വരെ ഐ തോട്ട് ഇറ്റ്സ് എ നോർമൽ പ്രൊസീജിയർ അല്ല എന്ന് ഞാനൊരു ധ്യാനത്തിന് പോയപ്പോഴും ലേബർ റൂമിൽ നിന്നപ്പോഴും മനസ്സിലാക്കിയതാണ്. ഞാൻ അബോർഷന് നിൽക്കത്തില്ല, അസിസ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. അത് ഞാൻ ഗൈനക്കോളജിസ്റ്റിനടുത്ത് നേരത്തെ പറയും, ഞാനത് നിൽക്കത്തില്ല. ലീഗലി അലൗഡ് ആയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി അകത്ത് പ്രശ്നമുണ്ട്, അമ്മയുടെ ജീവൻ രക്ഷിക്കാനായാൽ പോലും അത് നിൽക്കുമ്പോൾ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് വരും. കാരണം ഇതകത്ത് ജീവനുണ്ട്, ഇതിനെ കൊടിലുകൊണ്ട് ഓരോ പാർട്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ആ ജീവന് വേദനിക്കുകയാണ് അവിടെ. അപ്പോൾ അത് അറിയാത്തത് കൊണ്ടാണ് അതിൻ്റെ സീരിയസ്നെസ്. തൻ്റെ തന്നെ ജീവൻ്റെ ഭാഗമായ ഒരു പാർട്ടിനെ കൊടിലുകൊണ്ട് കുത്തി കൊന്ന് പുറത്തെടുക്കണം, അല്ലെങ്കിൽ മരുന്ന് വെച്ചിട്ട്. അപ്പം അറിവില്ലായ്മ കൊണ്ടാണ് അത് പറയുന്നത്. അതിലേക്ക് എത്തപ്പെടാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇഞ്ചക്ഷൻസ് ഉണ്ട്, പിന്നെ കോണ്ടംസ് ഉണ്ട്, എന്തെല്ലാം വഴികളുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പോപ്പ് സിംഗർ പോലെ ഒരാൾ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടില്ലേ? ഇത്രയും ആൾക്കാരുടെ ആ ഒരു നമ്മളിലേക്ക് നമ്മളുടെ പേര് എത്തിപ്പെടുന്നു. അപ്പം ഇതൊക്കെ ഈ ഒരു കാര്യത്തിനെ കൊണ്ട് നഷ്ടപ്പെടുത്തുക എന്ന് വെച്ചാൽ അതൊരു ബുദ്ധിയില്ലായ്മയല്ലേ? ഇപ്പോൾ ഈ പൊളിറ്റിക്സിൽ ഞാൻ ഒരുപാട് കേൾക്കുന്ന ഈ ആളെക്കാളും ഒരുപാട് വൾഗറായ എൻ്റെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസുകളിൽ നിന്ന് ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് ഇതിലും വൾഗർ. അതൊക്കെ മൂടി വരും. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫിഗർ അല്ലെങ്കിൽ ഒരു സിനിമ ഫീൽഡിലുള്ള ഫിഗർ ആകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പോൾ ഈ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മോഹൻലാലിൻ്റെ സിനിമയിൽ കണ്ടു. മോഹൻലാലിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ആ സ്മിതയും പിടിച്ചുകൊണ്ടുള്ള വരവ്. അങ്ങനെയുള്ള സ്ത്രീകളെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പുള്ളിയുടെ ക്യാരക്ടർ കാണിക്കുന്ന ഒരു ഇത് എന്ന് വെച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കുക എന്നല്ല. നമുക്ക് 3-4 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കാം. കുട്ടികളെ പീഡിപ്പിക്കുന്നു, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ബ്രോത്തൽസ് നമുക്ക് ഇപ്പോഴും എഗെയിൻസ്റ്റ് റൂൾ തന്നെയാണ്. അതുള്ള സ്ഥലങ്ങളുണ്ട്. യു പീപ്പിൾ ക്യാൻ എൻജോയ് ആൻഡ് ഗോ സംവെയർ. കേരള അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിന് എഗെയിൻസ്റ്റ് ആണ് ഇത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, എൻഡോർഫിൻ റിലീസ് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഉറക്കം കിട്ടുകയുള്ളൂ, നിങ്ങളുടെ മൂഡ് ശരിയാവുള്ളൂ. സോ ഇഫ് യു നീഡ് ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്സ് യു ക്യാൻ ഗോ ഔട്ട് ഓഫ് ദ കൺട്രി വേറെ ഇത് അലൗഡ് അല്ലാത്ത പക്ഷെ നോർമലി നമ്മളെ ഒരാളെ വീട്ടിൽ പോസ്റ്റ് ചെയ്യുവാണ് നല്ലത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ആണിനും പെണ്ണിനും അത്യാവശ്യമായിട്ട് പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യം തന്നെയാണ് ഇത്. ഇത് ഞാൻ ചെയ്തു പോയി, അതിനകത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്തു പറയാൻ എന്തിനും മടിക്കണം?
അത് സ്ത്രീകൾ അംഗീകരിക്കും. ധൈര്യമായിട്ട് പുറത്തു വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, ഞാനിത് ചെയ്തു പോയി, ആരും കൊല്ലാൻ പോകുന്നില്ല, ഇതൊരു റൈറ്റും കൂടെയാണ്, മനസ്സിലായോ? ഞാൻ അയാളെ കൈപിടിക്കാൻ തയ്യാറാണ്. അല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്, എനിക്ക് നിനക്ക് സമ്മതത്തോടെ. ഇനി എനിക്ക് ഏറ്റവും എതിർപ്പുള്ളൊരു സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മൾ 5 പേരുള്ളൊരു മുറിയിൽ പെട്ടുപോയി, നമ്മളെ ഒരാൾ ബലാത്സംഗം ചെയ്തു. അവിടെ നമുക്ക് ആ ബലാത്സംഗം ചെയ്ത ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കാം. നമ്മളെ ഒരാൾ കൈപിടിച്ച് കൂടെ കൊണ്ടുവരും മുറിക്കകത്ത് പൂട്ടിയിട്ടു, അവിടെ നമുക്ക് എന്തോ ചെയ്യാം, പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു നമുക്ക് കേസ് കൊടുക്കാം. നമ്മൾ ഒരാളുടെ കൂടെ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു മുറിയിൽ പോയി കിടന്നിട്ട് പിന്നെ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പാടില്ല. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതൊരു വൃത്തികേടുകളല്ലേ. സി, ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പോലും അത് ചെയ്യില്ല. നെറികേട്. അവരുടെ കൂടെ അവർ കാശ് കൊടുത്ത ഒരാളെ വിളിച്ചിട്ട് പിന്നെ അയാളെ പബ്ലിക്കിനെ നാറ്റിക്കത്തില്ല. അപ്പോൾ ഓരോ ജോലിക്കും ഓരോ നെറി, ഒരു സത്യമുണ്ട് അല്ലേ? അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്തു. നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഓരോ അസുഖങ്ങൾ വന്ന്, കഴിവുള്ള മനുഷ്യരാണ്, ഓരോ അസുഖങ്ങൾ വന്ന് ഈ സമൂഹത്തിൽ നിന്നേ മാറ്റപ്പെട്ടു പോകുന്നതിനേക്കാളും ചെയ്ത കാര്യം ഏറ്റുപറഞ്ഞ് ഞാൻ എന്താ കൈ പിടിക്കാം, അവരെ നിർത്തി ചോദിക്കുക, എനിക്കിങ്ങനെ അബദ്ധം പറ്റി, നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ തന്നെ ഇട്ടേച്ചങ്ങ് പോവും. ഇഷ്ടപ്പെട്ടാൽ ജീവിച്ച് മുന്നോട്ട് പോകാം. അതോടെ നമ്മുടെ രാഷ്ട്രീയമായാലും സിനിമയായാലും ഭാവി സുരക്ഷിതവുമായി. എന്തിനത് മടിക്കുന്നു? നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും മാനസിക അടുപ്പം ഉണ്ടായിട്ടല്ലേ പീപ്പിൾ നമ്മൾ കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്തത്? യു ആർ ഓക്കെ വിത്ത് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. വീട്ടുകാർ പറ്റില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കുമ്പോൾ ഈ രാഷ്ട്രീയവും സിനിമ ഭാവിയും ആൾക്കാരുടെ മുമ്പിലും അവൻ പോയോ, മോഹൻലാൽ പറയും പോലെ പോയോ, എന്നാൽ പിന്നെ അവനത് ഏറ്റെടുത്തല്ലോ, രാഷ്ട്രീയ ഭാവിയും പോവും. ഇനി അതങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് വേറൊരു കല്യാണം കഴിച്ച് അത് സുഖമായി ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. കുഞ്ഞിനെ നമുക്ക് വളർത്തി ഇങ്ങ് മേടിക്കാം. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് അവർക്ക് ജീവിക്കാനുള്ള വകുപ്പ് കൊടുത്താൽ അത് മാത്രമേ അവർ ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് ചെയ്യുക. സ്ത്രീയെ നിന്ദിക്കാതെ അപമാനിക്കാതെയും ഇരിക്കുക. അതോടൊപ്പം നമ്മുടെ ഭാവിയും സുരക്ഷിതവും ആക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, തെറ്റ് ആർക്ക് സംഭവിക്കാം. ഈ തെറ്റ് ഇതിലും അപ്പുറം പലർക്കും പറ്റിയിട്ടുള്ളതാണ്. മാവിൻ കൂട്ടങ്ങൾക്ക് മാത്രമല്ല, പലർക്കും പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തോ ചെയ്യുക, ഞാൻ തെറ്റ് ചെയ്തു, ഓക്കെ ബൈ.